നമസ്കാരം. സൂപ്പർ സോക്കറിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ സോക്കർ പവേർഡ് ബൈ ഏഷ്യാനെറ്റ് കേബിൾ ഫൈബർ എൻ്റർപ്രൈസസ്. ഇന്നലെ ഫുട്ബോൾ വിരുന്നായിരുന്നു. തീർച്ചയായും ആരും ഫുട്ബോളിൽ കുഞ്ഞന്മാരല്ല എന്ന് തെളിയിക്കുന്ന ഒരു ലോകകപ്പാണ് ഈ 2026 എഡിഷൻ ലോകകപ്പ്. 3 രാജ്യങ്ങളിലായി നടക്കുന്ന ലോകകപ്പ്. അത് നേരത്തെ നമുക്കറിയാം, മെക്സിക്കോയിലും കാനഡയിലും അമേരിക്കയിലുമായി നടക്കുന്ന ലോകകപ്പ് അതിൻ്റെ അവസാന ഗ്രൂപ്പ് ഘട്ടത്തിൽ നടക്കുന്നു. ഇന്നലെ 6 മത്സരങ്ങളിലെല്ലാം ഗംഭീര മത്സരങ്ങൾ എന്ന് തന്നെ പറയണം. അതിൻ്റെ വിശകലനവുമായി എന്നോടൊപ്പം ചന്തു നായർ ചേരുന്നു. സ്വാഗതം ചന്തു. ഇത് ലോകകപ്പിൻ്റെ ഏകദേശം നോക്കൗട്ടിലേക്ക് പോകാനുള്ള ഒരു വഴിയിലാണ് നമ്മൾ. അതെ, ഇനി 2 ഗ്രൂപ്പ് മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ലോകകപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ, അതായത് ശരിക്കും ഒരു മരണ പോരാട്ടത്തിലേക്ക് നമ്മളെത്തും. പക്ഷേ ഇന്നലെ അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടു. ഇതുവരെ 11 മത്സരം തുടർച്ചയായി തോൽക്കാത്ത ടീം തോൽക്കുന്നു. അതിനുശേഷം ആതിഥേയരായ അമേരിക്ക അടിയറവ് പറയുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇന്ന് കളി അവസാനിച്ചത്. കളി അവസാനിക്കുമ്പോൾ നമ്മൾ ഓരോ കളിയും സമയപരിമിതിക്കുള്ളിൽ നിന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം കുറസോവ ഐവറി കോസ്റ്റ് മത്സരമാണ്. അതെ, ഐവറി കോസ്റ്റ് ഇന്നലെ 2 ഗോളും നേടിയത് പെപ്പെ ആയിരുന്നു. വളരെ ഭംഗിയായി കളിച്ച പെപ്പെ. അദ്ദേഹം 7-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുക്കുന്നു. 7-ാം മിനിറ്റിൽ ആ ലീഡ് നേടുമ്പോൾ പെപ്പയുടെ ശരിക്കും ആരാണ് പെപ്പെ എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തന്നു. ഐവറി കോസ്റ്റിൽ നിന്ന് ഒരു ലോകോത്തര താരം താൻ തന്നെയാണെന്ന് തെളിയിക്കുന്ന പ്രകടനത്തോടുകൂടി. അതിനുശേഷം വീണ്ടും 64-ാം മിനിറ്റിൽ രണ്ടാം പകുതി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അദ്ദേഹം വീണ്ടും നല്ല ചടുലമായ 2-3 നീക്കങ്ങൾ നടത്തുന്നു. അതിനുശേഷം 19-ാം മിനിറ്റിൽ രണ്ടാം പകുതിയുടെ 64-ാം മിനിറ്റിൽ അദ്ദേഹം ഈ 19-ാം നമ്പർ താരം വീണ്ടും ഗോൾ നേടുന്നു. അങ്ങനെ 2-0 ഐവറി കോസ്റ്റ് ഫിലാഡൽഫിയയിൽ നടന്ന ആ മത്സരം സ്വന്തമാക്കി ചരിത്രത്തിൽ ഇടം നേടി. നോക്കൗട്ടിലേക്ക് ഐവറി കോസ്റ്റ് 6 പോയിൻറ്റുമായി യോഗ്യത നേടി എന്നതാണ് ആദ്യത്തെ മത്സരത്തിലെ വിവരണം. അതിൽ ഐവറി കോസ്റ്റിൻ്റെ കളി എങ്ങനെയാണ് ചന്തു വിലയിരുത്തുന്നത്? നമ്മളിപ്പം അതിൽ വിലയിരുത്താം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ നോക്കൗട്ട് മത്സരങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും വേണമെങ്കിൽ അതൊരു നോക്കൗട്ട് മത്സരമാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അത് മനസ്സിലായില്ല. നോക്കൗട്ട് മുമ്പുള്ള നോക്കൗട്ട് ആണ്. ഇതിൽ ആര് പോയിന്റ് നേടുന്നു അവർ അടുത്ത ഗ്രൂപ്പിലേക്ക് കടക്കുന്നു എന്നുള്ള, അടുത്ത നോക്കൗട്ട് മത്സരങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള നിലയിലേക്കായിരുന്നു ഇന്നും നാളെയും നടക്കുന്ന മത്സരങ്ങൾ. തീർച്ചയായിട്ടും പോയിന്റ് നിലവാരം അങ്ങനെയാണ്. നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 ടീമാണ് നേരിട്ട് കയറുന്നത്. പിന്നെ 8 ടീമുകൾ മികച്ച 3-ാം സ്ഥാനത്തേക്ക് വരുന്ന 8 ടീമുകളും കയറും. പക്ഷേ ഇന്നലെ നമ്മൾ ആഫ്രിക്കൻ വന്യതയുള്ള ഒരു ഫുട്ബോൾ മത്സരം കാണുന്ന 2 ഗ്രൂപ്പിൽ മാത്രമാണ് ആഫ്രിക്കൻസ് നേരിട്ട് വരുന്ന മത്സരങ്ങളുള്ളത്. ഒന്ന് ഈ ഐവറി കോസ്റ്റും നമ്മൾ കണ്ടതാണ്. അത് കുഞ്ഞൻ രാജ്യങ്ങൾ അങ്ങ് പറഞ്ഞ പോലെയാണെങ്കിലും പക്ഷേ ആഫ്രിക്കൻ ഫുട്ബോളിന് ഒരു ചടുലതയുണ്ട്, ഒരു താളമുണ്ട്. നമ്മൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ മാൻകൂട്ടങ്ങൾ ഇങ്ങനെ ഓടുന്നത് പോലെ അതിനൊരു താളത്തിലാണ് ഇവരുടെ ഒരു കളിയുടെ ശൈലി. നമ്മൾ നിക്കോളസ് പെപ്പെ തന്നെ 2 ഗോൾ നേടി. അദ്ദേഹത്തിന് അനുകൂലമായി നിന്നത് അവരുടെ സഹകളിക്കാരാണ്. ഈ പെപ്പെ മാത്രമല്ല, ജോൺസ്, ഡെലീഷ്യസ്, ഇവരൊക്കെ ഈ താളാത്മകമായി കളിച്ചുകൊണ്ടിരുന്നു. അതിനെ പ്രതിരോധിക്കുവാൻ അതോടൊപ്പം തന്നെ ഈ ക്രോസോ എഴുന്നാൾ ആ കൊച്ചു ടീമിലെ കരുത്തന്മാർക്ക് കഴിഞ്ഞു എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗോൾ 7-ാം മിനിറ്റിൽ നിക്കോളസ് പെപ്പെ നേടുമ്പോഴത്തേക്ക് അത് ഉജ്ജ്വലമായി അതൊരു ചരിത്രത്തിലേക്കുള്ള ഗോളായിരുന്നു. കാരണം ഐവറി കോസ്റ്റ് ഇതുവരെ നോക്കൗട്ട് മത്സരങ്ങളിൽ കടന്നിട്ടില്ല ലോകകപ്പിൽ. ഈ ഗോളോടുകൂടി അദ്ദേഹം അത് ഉറപ്പിക്കുകയായിരുന്നു. പക്ഷേ തിരിച്ചടിക്കാനായിട്ട് ഐവറി കോസ്റ്റിന്, അതായത് കുറസോവയ്ക്ക് പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മളെല്ലാവരും കളികൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കണ്ടത്. കാരണം ഇതൊരു ചെറിയ മത്സരമാണ് എന്നുള്ള രീതിയിൽ, കാരണം വലിയ രാഷ്ട്രങ്ങൾ മത്സരിക്കുമ്പോൾ ഈ 2 ചെറിയ രാജ്യങ്ങളുടെ മത്സരം നിസ്സാരമായി കണ്ടുകൂടാ എന്നുള്ളതുണ്ട്. പക്ഷേ ഐവറി കോസ്റ്റ് നിക്കോളസ് പെപ്പയിൽ കൂടെ തന്നെ രണ്ടാമത്തെ പകുതിയിൽ 67-ാം മിനിറ്റിൽ നേടി. അദ്ദേഹം അത് ഉജ്ജ്വലമായ ഒരു ചരിത്രം
ഐവറി കോസ്റ്റിന് വേണ്ടി ആഫ്രിക്കൻ രാഷ്ട്രത്തിന് വേണ്ടി കുറിച്ചിരിക്കുകയാണ്. അത് മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു. ഞാൻ ഇത് പറഞ്ഞതുപോലെ ആഫ്രിക്കൻ വന്യത നമുക്ക് ഫുട്ബോളിൽ കാണണമെങ്കിൽ നമുക്ക് ഓരോ രാജ്യത്ത്, അതായത് നമുക്ക് യൂറോപ്യൻ ഫുട്ബോളിന് ഒരു ശൈലിയുണ്ട്, ഏഷ്യൻ ഫുട്ബോളിന് ഒരു ശൈലിയുണ്ട്, അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ ഫുട്ബോളിന്, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന് വേറൊരു ശൈലിയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കളി കാണുന്നവർക്കും ഫുട്ബോൾ പാഠം മനസ്സിലാക്കുന്നവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് നാം ഇന്നലെ കണ്ടത്. അവിടെ രണ്ട് കളിക്കാരുടെ ഇപ്പം ചന്തു സൂചിപ്പിച്ചതുപോലെ രണ്ട് കളിക്കാരുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. 2 ഗോളിനും അസിസ്റ്റ് ചെയ്ത ഒന്ന് യാൻ ഡിയോമൻ്റെ, അദ്ദേഹത്തെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോളിന് ഐവറി കോസ്റ്റിന് രണ്ടാമത്തെ ഗോളടിക്കാൻ ശ്രമിച്ച ഇബ്രാഹിം സംഗാരയുടെയും, ഈ 2 പേരുടെയും നേരത്തെ ചന്തു സൂചിപ്പിച്ചതുപോലെ കളം നിറഞ്ഞുള്ള കളി, അതാണ് പെപ്പയ്ക്ക് കുറച്ചുകൂടി ഗോൾ സ്കോർ ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്നുകൂടി പറയണം. അങ്ങനെ ഫിലാഡൽഫിയയിലെ ആദ്യ മത്സരം ഐവറി കോസ്റ്റ് ചരിത്രത്തിലാദ്യമായി ഇടം നേടിക്കൊണ്ട് അവസാനിപ്പിച്ചു. തൊട്ട് അടുത്തത് വളരെ വാശിയേറിയ മറ്റൊരു മത്സരമാണ് നടന്നത്, ജർമ്മനിയുടെ മത്സരം. ജർമ്മനി നമുക്കെല്ലാം അറിയാം, 11 മത്സരങ്ങൾ ജർമ്മനി തുടർച്ചയായി ജയിച്ചു വരുന്ന ആ മത്സരങ്ങൾ. ആ മത്സരം എങ്ങനെയാകും എന്നായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ആദ്യം തന്നെ 2-ാം മിനിറ്റിൽ ജർമ്മനി ഗോളടിക്കുന്നു. അതെ, 2-ാം മിനിറ്റിൽ സാനയുടെ ഗോൾ. അതിന് മറുപടിയായി അതിൻ്റെ ആരവം കെട്ടടങ്ങുന്നതിന് മുൻപ് 9-ാം മിനിറ്റിൽ അങ്കുലോ നേടിയ ഒരു മനോഹരമായ ഗോൾ. അങ്ങനെ തുല്യതയിൽ മത്സരിക്കുന്നു പകുതി സമയം വരെ ഇരു ടീമുകളും. പകുതി സമയമായപ്പോൾ ന്യൂയോർക്കിൽ നടന്ന ഈ മത്സരത്തിൽ ഓരോ ഗോളിന് സമനിലയിൽ വാട്ടർ ബ്രേക്ക്. അതിനുശേഷം 2-ാം പകുതിയിൽ എല്ലാവർക്കും ഇവിടെ ഒരു ബി പ്ലാൻ ഉണ്ട്. മിക്കവാറുമുള്ള എല്ലാ പരിശീലകരും കളിക്കാരുമെല്ലാം ഈ ബി പ്ലാൻ പ്രാവർത്തികമാക്കാനാണ് കളത്തിലേക്ക് എത്തുന്നത് 2-ാം പകുതി. അത് ശരിക്കും പ്രാവർത്തികമാക്കിയത് ജർമ്മനിക്കെതിരെ ഇന്നലെ ഇക്വഡോറായിരുന്നു. ഇക്വഡോറിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു വിജയം അതാണെങ്കിൽ അവർക്ക് ബെറ്റർ തേർഡ് പ്ലേസുകാരായി അടുത്ത നോക്കൗട്ടിലേക്ക് ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ വന്യമായ സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ കളം നിറഞ്ഞ് കളിക്കുന്ന ഒരു കാഴ്ച. ജർമ്മനിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസാണ്. അതുപോലെ തന്നെ വളരെ കൃത്യതയോടെ പന്തെത്തിക്കുന്ന മധ്യനിര. പക്ഷേ ഇന്നലെ എവിടെയോ എന്തോ സംഭവിച്ചതുപോലെ പലാട്ട 78-ാം മിനിറ്റിൽ ഗോൾ നേടുന്നു. ആ ഗോളിൽ ഇക്വഡോർ കടിച്ചു തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പിന്നീട് മത്സരം അവസാനിക്കുന്ന ഇഞ്ചുറി ടൈമിലെല്ലാം ഒരുപാട് അവസരങ്ങൾ ലഭിച്ചെങ്കിലും ആ അവസരങ്ങളൊന്നും ജർമ്മനിക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. ജർമ്മനി നേരത്തെ ക്വാളിഫൈ ചെയ്തിരുന്നു, അതുകൊണ്ട് ജർമ്മനിക്ക് 1-ാം സ്ഥാനത്ത് തന്നെ തുടരാം. പക്ഷേ ഈ തോൽവി അടുത്ത നോക്കൗട്ടിലേക്ക് ജർമ്മനിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതുകൂടി കണ്ട് അറിയണം. എന്തായാലും ഇക്വഡോറിന് നല്ല ചാൻസ് ഉണ്ട്. ഇക്വഡോർ ഇത്തവണ നോക്കൗട്ടിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഇക്വഡോർ ജർമ്മനി മത്സരം, ജർമ്മനിയുടെ ഫുട്ബോളിൻ്റെ ആധിപത്യം ലോകമെമ്പാടും അറിയാം. ജർമ്മനി പണ്ട് നമ്മുടെ ക്ലോസയുടെ പേരിലായിരുന്നു ഇതുവരെയും റെക്കോർഡ്. അതിപ്പോൾ ബ്രേക്ക് ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം മുള്ളറെ പോലുള്ള താരങ്ങളുടെ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരനിര തന്നെ ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. മാത്തേസ്, അതുപോലെയുള്ള കുറേ കളിക്കാർ. ഇപ്പോൾ അങ്ങനെയുള്ള ജർമ്മനിയുടെ ഒരു നിഴലിലായി പോയോ ഇന്നത്തെ കളി എന്നൊരു സംശയമില്ലേ? തീർച്ചയായിട്ടും ഇതൊരു അട്ടിമറി വിജയമാണ് ജർമ്മനിക്ക് മേൽ ഇവർ നേടിയിരിക്കുന്നത്. അത് നമ്മൾ ചെറുതായി കാണേണ്ട കാര്യമില്ല. ഇതൊരു വലിയ വിജയം തന്നെയാണ്. ഗ്രൂപ്പ് മത്സരമായതുകൊണ്ട് മാത്രം, കാരണം നമുക്കറിയാം ജർമ്മനി 4 തവണ ചാമ്പ്യന്മാരാണ്. 4 തവണ ചാമ്പ്യന്മാരെന്ന് മാത്രം പറഞ്ഞാൽ ഈ പറഞ്ഞ മത്തായൂസ്, ക്ലോസെ, മുള്ളർ, അങ്ങനെ വളരെ ലെജൻസ്, ഫുട്ബോൾ ലെജൻസ് ഉള്ള ഒരു ടീമാണ്. അവരിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ പഴയ പ്രതാപത്തിനൊത്ത് കളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ രാജ്യത്തിനെതിരെ അവർ തോൽവി വഴങ്ങിക്കൊടുക്കുക. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇക്വഡോറിന് ഗ്രൂപ്പ് അതിജീവിച്ചുകൊണ്ട് നോക്കൗട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത ഈ ജയത്തോടു കൂടി നൽകിയിരിക്കുകയാണ്. 2-1 കാര്യം. ആദ്യത്തെ 2-ാം മിനിറ്റിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സാനെ ഒരു മനോഹരമായ ഗോൾ അടിച്ചു. അപ്പോൾ നമ്മൾക്ക് വിചാരിച്ചു ഒരു 5 ഗോള് നമുക്ക് കാണാൻ പറ്റും ഇന്ന്, കാരണം ജർമ്മനിയുടെ വക 5 ഗോള് കാണാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് 2-ാം മിനിറ്റിൽ അടിച്ചു പറ്റി. പക്ഷേ ആ ഗോൾ വീണതോടെയാണ് ഇക്വഡോർ ഉണർന്ന് കളിച്ചത്.
നമുക്ക് അവർ തന്ത്രങ്ങൾ മനസ്സിലായില്ല. അവർ ഡിഫൻസിൽ കൂടുതൽ കരുത്ത് കൊടുക്കി 4-3-4 എന്നുള്ള നിലയിലേക്ക് അവർ ചൂട് മാറി. അതിനുശേഷം ഇടത് വിങ്ങിലൂടെയുള്ള ആക്രമണമാണ് അവർ കൂടുതലും ശ്രദ്ധിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ വലത് വിങ് ജർമ്മനിയുടേത് അത് ആദ്യത്തെ ഒരു പരിക്ക് വന്നത് കാരണം അവർ അല്പം പരുങ്ങുന്നത് കണ്ടു. അതേസമയം സെക്കൻഡ് ഹാഫിൽ ഒരു പെനാൾട്ടി ഷൂട്ടറിനുള്ള സാധ്യത ഉണ്ടായിരുന്നു ജർമ്മനിക്ക്. പക്ഷേ വാർ നോക്കിയതിന് ശേഷം അത് കൊടുക്കണ്ടെന്ന് റഫറി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കിട്ടിയിരുന്നിരുന്നെങ്കിൽ ജർമ്മനി ജയിച്ചേനെ, അല്ലെങ്കിൽ ഈക്വലായേനെ. പക്ഷേ ഇക്വഡോർ ഈ ഗ്രൂപ്പിൽ നിന്നും പുറത്തായേനെ. അപ്പോൾ പക്ഷേ ഇതൊരു നല്ലൊരു മത്സരം കാണാൻ പറ്റി. പക്ഷേ ജർമ്മനിയെ നമുക്ക് താഴ്ത്തി കാണേണ്ട, ഈ പറഞ്ഞ പോലെ ഒരു നിഴൽ മാത്രം കളിക്കുന്ന രീതിയിലേക്ക് കാണേണ്ട രീതിയിൽ വന്നു. ആഞ്ചലോയുടെ ഗോൾ അത് എടുത്തു പറയേണ്ടതാണ്. പെനാൾട്ടി ആ ബോക്സിനകത്ത് നിന്നുകൊണ്ടുള്ള വലങ്ങാടുള്ള ശക്തമായ ഒരു ഷോട്ടിലൂടെ അദ്ദേഹം ആ ഗോളും നേടി. അപ്പം തീർച്ചയായിട്ടും ഇന്നലത്തെ ആ മത്സരത്തിൽ നമുക്ക് ജർമ്മനി അല്പം ഒന്ന് പതുങ്ങിയെങ്കിലും ഇക്വഡോറിന് ഗ്രൂപ്പിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ, അതായത് നോക്കൗട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയും 32 പേരിൽ ഒന്നായി തീരാനുള്ള സാധ്യതയും വന്നിരിക്കുന്നു. മനോഹരമായ ഒരു കളി തന്നെയായിരുന്നു, തീർച്ചയായിട്ടും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായും പലോവിച്ചും അതുപോലെ തന്നെ നിമെച്ചും റിറ്റ്സും മൂസിയോലയും സാനയും ഉൾപ്പെടുന്ന ഈ ജർമ്മൻ ടീം തീർച്ചയായും നോക്കൗട്ടിൽ അവരുടെ കരുത്ത് കാണിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. തൊട്ടടുത്ത് എഫ് ഗ്രൂപ്പ് മത്സരങ്ങളായിരുന്നു 4:30 മണിക്ക് നടന്നത്. ഡലാസിലെ ആദ്യ മത്സരം ജപ്പാൻ സ്വീഡൻ മത്സരമായിരുന്നു. ഒരുപക്ഷെ ഈ ജപ്പാൻ സ്വീഡൻ മത്സരം നമ്മളെല്ലാം വിലയിരുത്തിയത് ഒരു ഏഷ്യൻ ടീം, ജപ്പാൻ എന്ന് പറയുന്നത് ഏഷ്യയിലെ നമ്പർ 1 ടീമുകളിൽ ഒന്നാണ്. ശരിക്കും ആക്രമണ ഫുട്ബോളിൻ്റെ ശൈലിയിൽ കളിക്കുന്ന ടീമാണ്. ഒരു യൂറോപ്യൻ ഫുട്ബോളിനെ അനുകൂലിച്ച് 2 വിങ്ങിലൂടെയും ചടുലമായ വേഗതയോടെ കളിക്കുന്ന 2 ടീമുകളാണ് കൊറിയയും അതുപോലെ ജപ്പാനും. ജപ്പാൻ ഇന്നലെ അങ്ങനെ തന്നെ കളി തുടങ്ങി. ആദ്യത്തെ ഗോൾ ജപ്പാൻ്റെ വകയായിരുന്നു 56-ാം മിനിറ്റിൽ മരേഡ നേടിയ ഗോൾ. അതിനുശേഷം രണ്ടാം പകുതിയിൽ തന്നെ 2 ഗോളും പിറന്ന മത്സരമാണ് അത്. 62-ാം മിനിറ്റിൽ ഇലങ്ക ആ ഗോൾ തിരിച്ചു മടക്കുന്നു. അങ്ങനെ 1-1 എന്ന സ്കോറിലാണ് കളി അവസാനിച്ചത്. അങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്. തീർച്ചയായിട്ടും ജപ്പാനോട് എനിക്ക് പ്രത്യേക താല്പര്യമുള്ള ഒരു ടീമാണ്. കാരണം വെച്ചാൽ കരുത്തരിൽ അവർ അല്പം പിന്നിലാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കൻ, അതോടൊപ്പം തന്നെ അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കരുത്തിൽ അല്പം പിന്നിലാണെങ്കിലും, കാരണം അവർ ഉയരത്തിലും ആകാര ഭംഗിയിലുമൊക്കെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറച്ച് താഴ്ന്ന പൊക്ക കുറവുള്ളൊക്കെ ഉള്ള ഒരു ടീം അംഗങ്ങളാണ് കൂടുതലുള്ളത്. ഈ പറഞ്ഞ മറ്റേ അക്കിനോ സൂപ്പർ സ്റ്റാറുകളില്ല. പക്ഷേ നക്കുമോറയുണ്ട്. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്ലെയറാണ്. വളരെ ഉത്സുകതയോടെ നമുക്ക് കണ്ടിരിക്കാവുന്ന കളി പുറത്തെടുക്കുന്ന ഒരു പ്ലെയറാണ്. എങ്കിലും ഇന്നലത്തെ മത്സരം സ്വീഡനെ അവർ 1-1 തളച്ചുവെങ്കിലും നമ്മൾ അതിൽ പറയാനുള്ളത് ഗോളി സുസുക്കിയുടെ മനോഹരമായ സേവുകൾ. അലക്സാണ്ടറിന്റെ ഒരു ഷോട്ട് അത് ഗോൾ തന്നെ ആയിരുന്നു. പക്ഷേ സുസുക്കിയുടെ മികച്ച 7 സേവാണ് പുള്ളി ചെയ്തതെന്നാണ് നമുക്ക് അവസാനം അതിൽ നിന്ന് കമന്റേറ്റേഴ്സ് പറഞ്ഞ് നമ്മൾ മനസ്സിലായത്. 7-ലധികം ഗോളുകൾ അടിക്കാനുള്ള സാധ്യത സ്വീഡൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങ് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും സ്വീഡൻ്റെ മികച്ച കളി അവർ പുറത്തെടുത്തില്ലയോ എന്ന്. പുറത്തെടുത്തു. പക്ഷേ ഈ അവരുടെ പ്രതിരോധ നിര, ജപ്പാൻ്റെ പ്രതിരോധ നിര അവരെ തടഞ്ഞു നിർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അവർ അർഹിക്കുന്ന ഒരു സമനിലയാണ്. അതുകൊണ്ട് 2 ടീമും, സ്വീഡനും കയറി നോക്കൗട്ടിലേക്ക് വന്നിരിക്കുന്നു, ജപ്പാനും നോക്കൗട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ജപ്പാൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർക്ക് ഈ അച്ചടക്കമാണ്, ഈ ഫുട്ബോൾ അവർക്ക് പൊതുവെ ഒരു അച്ചടക്കമുള്ള രാജ്യക്കാരാണ്, അല്ലെങ്കിൽ പൗരന്മാരാണ് ജപ്പാനിലുള്ളത്. അത് കളിക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. കളി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ജപ്പാൻ കാണികൾ ആ സ്റ്റേഡിയം വൃത്തിയാക്കിയിട്ട് പോകുന്ന ഒരു റീൽസ് നമ്മൾ വന്നിരുന്നു. എല്ലാവരും അവിടെ അവർ ഇട്ടുന്ന ഐസ്ക്രീം കുപ്പുകൾ, അത് ഇപ്പോൾ പേപ്പർ അവരുടെ ഉപയോഗിച്ചതല്ല, മറ്റ് സഹ കാഴ്ചക്കാർ അല്ലെങ്കിൽ കാണികൾ ചെയ്തിട്ടുണ്ട്. അതുവരെ എടുത്ത് അവർ ഓരോയിടത്തും ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിച്ചിട്ട് പോകുന്ന നമ്മൾ കണ്ടത് വളരെ ഭയങ്കര വൈറലായതാണ്. അത്തരം ഒരു പെരുമാറ്റം തന്നെയാണ് ഇപ്രാവശ്യവും കാണികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല ആ അച്ചടക്കം കളിക്കളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ നക്കോമോറയുടെയൊക്കെ വളരെ മികച്ച മുന്നേറ്റങ്ങൾക്ക് കാണികൾ നൽകിയ സപ്പോർട്ടും ഒക്കെ നമുക്ക് കണ്ടു. അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ജപ്പാനെ നമ്മൾ എഴുതി തള്ളാറായിട്ടില്ല. ഈ ഏഷ്യൻ മേഖലയിൽ നിന്നൊക്കെ തന്നെയാണ് വരുന്നതെങ്കിലും യൂറോപ്യൻ ശൈലി അവർ അവലംബിച്ചാണ് കളിക്കുന്നത്. പക്ഷേ ഈ നമുക്ക് ജപ്പാൻ നമ്മൾ ഏഷ്യക്കാരെന്നുള്ള നിലയിൽ നമുക്ക് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. തീർച്ചയായിട്ടും ജപ്പാൻ്റെ ആ കളി
വളരെ മനോഹരമായിരുന്നു. ജപ്പാൻ സാധ്യതകൾ നിലനിർത്തുകയാണ്. നോക്കൗട്ടിൽ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അട്ടിമറിയുടെ സാധ്യതകളൊക്കെ ഈ നോക്കൗട്ടിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ജപ്പാൻ നമ്മൾ എഴുതിത്തള്ളി അല്ലെങ്കിൽ ജപ്പാൻ പിന്നിലേക്ക് പോകും എന്ന് പറയാനും ആയിട്ടില്ല. അതാണ് ഇന്നലത്തെ കളി സൂചിപ്പിക്കുന്നത്. ഈ സമനിലയോടെ ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായി ഈ സ്വീഡൻ അടുത്ത റൗണ്ടിലേക്ക്, ജപ്പാൻ ഫിനിഷ് ചെയ്തു, സ്വീഡൻ അടുത്ത റൗണ്ടിലേക്ക്, മൂന്നാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിലേക്കും യോഗ്യത നേടുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത എഫ് ഗ്രൂപ്പിലെ മത്സരം കനാസസിൽ നടന്ന മത്സരമാണ്. ആ മത്സരത്തിൽ ടുണീഷ്യ നെതർലാൻഡ്സ് മത്സരമായിരുന്നു. നെതർലാൻഡ്സ് നമുക്കറിയാം അവർ നേരത്തെ നല്ല സ്കോറിംഗ് മികവോടുകൂടി, ഒരുപക്ഷെ ഈ ലോകകപ്പിൽ നെതർലാൻഡ്സ് ചില ചരിത്രങ്ങൾ ഉണ്ടാക്കുമോ എന്നുകൂടി തോന്നിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഇതുവരെയുള്ള പ്രകടനം. ഈ ഓറഞ്ച് പട ഇന്നലെ ടുണീഷ്യയെ കീഴടക്കിയത് 1-3 ഗോളുകൾക്കാണ്. അത് എണ്ണം പറഞ്ഞ 3 ഗോളും. ബ്രോബർജും ആദ്യത്തെ ഓൺ ഗോൾ, അത് 3-ാം മിനിറ്റിൽ അവർക്ക് ഒരു സെൽഫ് ഗോൾ ലഭിക്കുന്നു. സക്കീരിയുടെ വകയായി ലഭിച്ച ആ ഗോളിൻ്റെ മികവിൽ അവർ കളി തുടരുന്നു. 7-ാം മിനിറ്റിൽ തന്നെ ബ്രോബറി ഗോളടിക്കുന്നു. അതിനുശേഷം രണ്ടാം പകുതിയുടെ 62-ാം മിനിറ്റിൽ വാൻ ഹെക്കെ ഒരു ഗോൾ കൂടി അടിച്ച് 3 പട്ടിക തികയ്ക്കുന്നു. ഇതിനിടയിൽ 54-ാം മിനിറ്റിൽ മസൗട്ട് ഓറി ഒരു ഗോൾ ടുണീഷ്യയ്ക്ക് വേണ്ടി നേടിയതും ഉണ്ട്. മത്സരം 1-3 നെതർലൻഡ്സ് സ്വന്തമാക്കുന്നു. എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം, നെതർലാൻഡ്സിനെ നമ്മൾ ഈ ഫേവറിറ്റ്സുകളുടെ കൂട്ടത്തിൽ ആരും നെതർലാൻഡ്സിനെ കൂട്ടിയിട്ടില്ല എന്നുള്ളൊരു സങ്കടകരമായ. പക്ഷേ എൻ്റെ വിലയിരുത്തലിൽ അവസാന 4 ടീമിൽ നെതർലാൻഡ്സ് ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 2010 സ്പെയിനെതിരെ ഒരു പ്രവചനമാണല്ലേ? പ്രവചനം എന്നാണ് കണക്കാക്കിയോ. അല്ല, അവർ വന്നേക്കും മാത്രമല്ല ഫൈനൽ കളിക്കാനും നെതർലാൻഡ്സ് ഉണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമ്മളിപ്പം പെപ്പെ പറയുന്നു, എന്താണ് നെയ്മറെ പറയുന്നു, ഹാളണ്ടിനെ പറയുന്നു, എങ്ങനെ പറയാം. പക്ഷേ നമ്മൾ ബ്രോബിയെ മാത്രം കുറിച്ച് ആരും അല്ല, വെർജിക്കുണ്ട്. അതല്ല ഞാൻ പറയുന്നത്, ഈ മത്സരത്തിലെ താരമായി മാറാൻ സാധ്യതയുള്ളത് ബ്രോബിയുടെ 2 ഗോളുകൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു. ഇപ്രാവശ്യം 1 ഗോളാണ് നേടിയത്. പക്ഷേ 79-ാം മിനിറ്റിൽ ഒരു ഗോൾ നേടിയത് ബ്രോബി ആണോ എന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു എല്ലാവരും കമന്റേറ്റർമാരൊക്കെ പറഞ്ഞത്. അവസാനം അത് ബ്രോബിയുടെ പേരിൽ നിന്ന് മാറി. പക്ഷേ വാൻചെക്കിന്റെ പേരിലായി. ഈ മത്സരത്തിൽ ബ്രോബി കളിച്ച കളി വളരെ മനോഹരമായിരുന്നു. ഈ മത്സരത്തിൽ മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോള് നേടിയില്ലേ, അത് എണ്ണം പറഞ്ഞ ഗോളായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് പന്തടക്കം, മെയ്വഴക്കം, ഇത് രണ്ടും ഫുട്ബോളിൽ ഒരു പുതിയ പ്ലെയറിന്, 2022 മാത്രം ജനിച്ച ഒരാളാണ് ബ്രോബി. അതായത് 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ. അദ്ദേഹത്തിന് ഇനി എത്രയോ വേൾഡ് കപ്പുകൾ കളിക്കാൻ കിടക്കുന്നു. മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ ഉയർന്ന താരങ്ങളുടെ നിലവാരത്തിലേക്ക് അദ്ദേഹം കളിക്കുന്നു. ഗോൾ സ്കോറിങ്ങിലും പലരും പറ്റുന്നത് നല്ല മെയ്വഴക്കവും പന്തടക്കവും ഉണ്ടെങ്കിൽ തന്നെയും ഗോൾ സ്കോറിങ്ങിൽ, അതായത് ഫിനിഷിങ്ങിൽ പലരും പാളിച്ചകൾ പറ്റുന്നുണ്ട്. പക്ഷേ ബ്രോബിക്ക് ഈ പറ്റുന്നത് പന്തടക്കം, ട്രബിളിങ്, മറ്റുള്ള തട്ടിയെടുക്കാനുള്ള കഴിവുണ്ട്, പാസ് കൊടുക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഗോൾ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റിലെ 2026 വേൾഡ് കപ്പിലെ താരമായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബ്രോബി ഒരു മികച്ച കളിക്കാരനായി മാറുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അടുത്ത ഈ ഗ്രൂപ്പിലെ അവസാന മത്സരം ലോസ് ഏഞ്ചൽസിലെ മത്സരമായിരുന്നു. ലോസ് ഏഞ്ചൽസിലെ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക അടിയറവ് പറയുന്നത് കണ്ടുകൊണ്ടാണ് ആ ഗ്രൂപ്പ് അവസാനിക്കുന്നത്. ഗ്രൂപ്പിൽ 3-2 എന്ന് കളി അവസാനിക്കും എന്നെല്ലാവരും വിചാരിച്ചു. ഇഞ്ചുറി ടൈമിൻ്റെ അവസാന ഫിസിലിൽ ഒരു ഗോളോടുകൂടിയാണ് ടർക്കി ഞെട്ടിച്ച് കളഞ്ഞു ഇന്നലെ അമേരിക്കക്കാരെയും അമേരിക്കൻ കാണികളെയും. ഈ മത്സരത്തോടുകൂടി ഒരുപക്ഷെ USA അല്പമൊന്ന് പരുങ്ങുമോ? സ്വന്തം നാട്ടിൽ കളികളെല്ലാം കളിക്കുന്നു, ആ കളികളെല്ലാം ജയിച്ച് ഈ ലോകകപ്പിൽ ചരിത്രം സൃഷ്ടിക്കാം എന്ന് കരുതിയ USA ഞെട്ടലുളവാക്കിക്കൊണ്ടാണ് ഇന്നലെ ലോസ് ഏഞ്ചൽസിലെ ഈ മത്സരം അവസാനിച്ചത്. മത്സരത്തിൻ്റെ 3-ാം മിനിറ്റിൽ ട്രസ്റ്റ് നേടിയ ഗോളാണ് ആദ്യം USA ലീഡ് നേടിക്കൊടുത്തത്. അതിനുശേഷം 49-ാം മിനിറ്റിൽ ബെർഹാൾട്ടറും, ഇതിനിടയിൽ 10-ാം മിനിറ്റിൽ ഗ്രൂളറും, 31-ാം മിനിറ്റിൽ കൊക്കുവും, ഈ ഇഞ്ചുറി ടൈമിൻ്റെ അവസാന മിനിറ്റിൽ ഐഹാനും നേടിയ എണ്ണം പറഞ്ഞ 3 ഗോൾ. അത് ഈ USA ശരിക്കും സ്വന്തം മണ്ണിൽ വെച്ച് USA നൽകുന്ന
ഒരു പരാജയമായി കാണേണ്ടതുണ്ട്. ഈ പരാജയത്തോടുകൂടി USA നോക്കൗട്ടിലേക്ക് നേരത്തെ ക്വാളിഫൈ ചെയ്തിരുന്നതുകൊണ്ട് USA അതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ടർക്കി ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഗ്രൂപ്പ് അവസാനിപ്പിക്കുന്നത്. അതൊരു ചുരുങ്ങിയ വാക്കുകൾ പറയാം. അതായത് ഈ മത്സരത്തിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. USA തോറ്റു എന്നുള്ള വാസ്തവം ഇന്ന് നടന്ന ഒരു അട്ടിമറി തന്നെയാണ്. തുർക്കി USA തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അട്ടിമറിയാണ്. ജർമ്മനി കൊണ്ടോരോട് തോറ്റതുപോലെ തന്നെ ഇന്നത്തെ നടന്ന ഒരു അട്ടിമറി വിജയമാണ് നമുക്ക് തുർക്കി വിജയിച്ചിരിക്കുന്നത്. തുർക്കി ഒരു മോശപ്പെട്ട ടീമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ മത്സരങ്ങൾ നമ്മൾ എത്ര മറന്നാലും ഇതിലെ ഒരു ഗോൾ ഐഹാൻ്റെ അവസാന മിനിറ്റിലെ ആ ഗോളോടുകൂടി ടൈം കഴിഞ്ഞു. 7 മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുത്തതാണ്. നമ്മൾ നോക്കുന്നുണ്ട് 7:29 7 മിനിറ്റ് 8ാമത്തെ മിനിറ്റിലേക്ക് കടന്നു. 7 സെക്കൻഡും 29 മിനി സെക്കൻഡും ആയിരുന്നപ്പോഴാണ് ഈ ഐഹാൻ ആ ഗോൾ അടിക്കുന്നത്. അത് തന്നെയാണെങ്കിൽ അത് ബൗൺസ് ചെയ്ത് അത് മറ്റൊരു കൂട്ടപ്പൊരിച്ചിൻ്റെ ഇടയിൽ വന്നു. അയാൾ കൃത്യമായ ഗോൾ അടിക്കുകയും ചെയ്തു. മാത്രമല്ല അവർ അർഹിക്കുന്നൊരു ഗോളായിരുന്നു. കാരണം കളം നിറഞ്ഞ് കളിച്ചതായിരുന്നു തുർക്കി. അവരുടെ മാത്രമല്ല ആദ്യം 2-1 മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അവസാനമാണ് ഈ 79ാം മിനിറ്റിനാണെന്ന് തോന്നുന്നു അല്ലേ USA ഗോൾ അടിക്കുന്നത്. USA ആ സമനിലയിലേക്ക് വന്നപ്പോഴത്തേക്കും തുർക്കിക്കാർ ആകെ അങ്കലാപ്പിലായി. കാരണം അവർക്ക് പ്രതീക്ഷിച്ചിരുന്ന വിജയം സെക്കൻഡ് ലാപ്പിലേക്ക്, അതായത് നോക്കൗട്ടിലേക്ക് കടക്കാനുള്ള ഒരു മത്സര വിജയം അനിവാര്യമായിരുന്നു. അവരെന്ത് ചെയ്യണം? അപ്പോൾ ഐഹാൻ്റെ എണ്ണം പറഞ്ഞ ആ ഗോൾ, അതായത് അവസാന ഇഞ്ചുറി ടൈമിൻ്റെ അവസാനം, അതിൻ്റെ ഇഞ്ചുറി ടൈമിൻ്റെ അവസാനം 7 മിനിറ്റ് ഉള്ളത് ഇപ്പം 7:29 അടിച്ച ഒരു ഗോള്, അത് ഈ ലോകകപ്പിൽ എന്നും നമ്മൾ ഓർത്തിരിക്കും. കാരണം സാധാരണ നമ്മൾ പറയേണ്ടത് ആദ്യം എത്ര വേഗത്തിൽ സ്കോർ ചെയ്യുന്നു, അതായത് കളി തുടങ്ങി ആദ്യ മിനിറ്റിൽ, അതായത് 15ാമത്തെ സെക്കൻഡിലൊക്കെയാണ് റെക്കോർഡ്. അതുപോലെ ഈ ഗോള്, ഐഹാൻ്റെ ഈ ഗോള് അവസാന മത്സരത്തിൽ അവസാന നിമിഷത്തിൽ അടിച്ചത്, അത് അവരെ ഒരു ഒരു നോക്കൗട്ടിലേക്ക് എത്തിക്കുക കൂടി ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം കലോറികൾ നിറഞ്ഞ, അതായത് 2 ടീമും ഉപയോഗിച്ച കളത്തിൽ ഒഴുക്കിയ കലോറി എണ്ണി നോക്കിയാൽ കഴിഞ്ഞാൽ ഒരു ഫൈനൽ മത്സരത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്ര ആവേശവും അവരുടെ എനർജിയും കലോറിയും അവിടെ ഒഴുക്കുകയായിരുന്നു. അങ്ങനെ അവസാന ഗ്രൂപ്പിൽ പരഗ്വേ ഓസ്ട്രേലിയ മത്സരം ഒരു വിരസമായ സമനിലയിൽ അവസാനിച്ചതോടുകൂടി ഡി ഗ്രൂപ്പ് മത്സരങ്ങൾ അവിടെ അവസാനിക്കുന്നു. ഇന്നും 3 ഗ്രൂപ്പിൻ്റെ മത്സരങ്ങളുണ്ട്. ആദ്യ ഗ്രൂപ്പിൽ ഇന്ന് മത്സരിക്കുന്നത് നോർവേ ഫ്രാൻസും സെനഗൽ ഇറാഖുമാണ് ഈ ഗ്രൂപ്പിൽ. തുടർന്ന് H ഗ്രൂപ്പിൽ കേപ്പ് വെർദയും സൗദി അറേബ്യയും ഉറുഗ്വേയും സ്പെയിനും. തുടർന്ന് ഈ G ഗ്രൂപ്പിൽ ഈജിപ്ത് ഇറാൻ മത്സരം, അതിനുശേഷം ന്യൂസിലൻഡ് ബെൽജിയം മത്സരങ്ങളിൽ 12:30-ക്കും 5:30-ക്കും 8:30-ക്കുമാണ്. ഈ മത്സരങ്ങളുടെ വിവരങ്ങളുമായി നാളെ വീണ്ടും കാണാം. വളരെയധികം നന്ദി ചന്തു നായർ. എല്ലാവർക്കും നന്ദി. നമസ്കാരം.